ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തയേശുവിൽ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലൂടെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെയും അതേ മനസ്സോടുകൂടി അതേ ഹൃദയത്തോടുകൂടി നമ്മൾ അതിനെയൊക്കെ വളരെ ഹൃദ്യമായി ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ കൃത്യമായി വായിച്ചറിഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. 4-5 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാനെ സ്വർഗത്തിലുള്ള കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും 7 മുദ്രയിട്ട അകത്തും പുറത്തും എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ മുദ്രകൾ തുറപ്പാൻ യോഗ്യനാരുമില്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് യോഹന്നാന്റെ കരച്ചിലും, എന്നാൽ ദൂതൻ അവിടെ യോഹന്നാനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അറുക്കപ്പെട്ട കുഞ്ഞാട് മുന്നിലേക്ക് വന്ന് ദൈവത്തിന്റെ വലം കയ്യിലിരിക്കുന്ന ആ പുസ്തകത്തെ യേശുക്രിസ്തു വാങ്ങുന്നു. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ആ മുദ്രകൾ പൊട്ടിക്കാൻ യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. ആ മുദ്രകളെ യേശുക്രിസ്തു പൊട്ടിക്കാൻ പോവുകയാണ്. വളരെ മഹനീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ നടക്കുവാൻ പോകുന്നത്. എന്നാൽ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളെ നീങ്ങുകയാണ്. വചനഭാഗത്തിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാം വാക്യം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. കുഞ്ഞാടെന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു പിതാവിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം തുറന്നുകൊണ്ട് ആദ്യത്തെ മുദ്ര അങ്ങോട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. ചരിത്രത്തിന്റെ അവസാനത്തെ ഘട്ടം ആരംഭിക്കുകയും ലോകത്തിൽ ഉണ്ടാകുന്ന വൻ സംഭവങ്ങളുടെ ഒരു തുടക്കം അവിടെ നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ നീതിയും പദ്ധതിയും ഒക്കെ എല്ലാം പൂർണ്ണമാകാനുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. പ്രഥമ മുദ്ര, ആദ്യത്തെ മുദ്ര പൊട്ടിക്കുന്നത് അവസാന കാലത്തിന്റെ തുടക്കമായിട്ടാണ്. അപ്പൊ ഈ മുദ്രകൾ പൊട്ടിക്കുന്നതും യേശു പൊട്ടിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും അതിനെ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടുന്ന ആവശ്യകത ആ രക്ഷയുടെ തണലിലേക്ക് ഓടിക്കേറിക്കോളൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ കണ്ടിട്ട് ഭയന്ന് മാറിയിരിക്കുവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ രക്ഷയുടെ യേശുവിന്റെ ചിറകിൻ കീഴിലേക്ക് ഇപ്പോഴേ ഓടിക്കയറിക്കോ എന്നുള്ളതാണ്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒന്ന്, 4 ജീവികളെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. സിംഹാസനത്തിനരികിൽ നിൽക്കുന്ന സിംഹവും കാളയും മനുഷ്യമുഖവും കഴുകനുമായിട്ടുള്ള 4 ജീവികളിൽ ഒന്ന്. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവരാണ് വിളിച്ചു പറയുന്നത്. ഇവർ ദൈവത്തിന്റെ വിചാരണകളുടെ പ്രഖ്യാപകരായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു വല്ലാത്തൊരു മുഴക്കമാണ്. യോഹന്നാന് ആ കേൾക്കുന്ന ശബ്ദത്തെ ഏതു വിധത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണമെന്ന്, നമ്മളോട് അതിനെ വ്യാഖ്യാനിച്ച് തരണമെന്നൊരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ അത് നടക്കൂ. അതിനപ്പുറമായിട്ടൊരു കാര്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഇടിമുഴക്കം എന്ന് പറയുമ്പോൾ മനുഷ്യർക്കത് കേൾക്കുമ്പോൾ അത്രത്തോളം ശബ്ദമുള്ളത്, പ്രതിധ്വനിയുള്ളത്. യോഹന്നാൻ അവിടെ പറയുകയാണ്, ഇടിമുഴക്കം പോലുള്ള ശബ്ദം, അത്രത്തോളമുള്ള ഒരു എരച്ചിലുള്ള ഒരു മുഴക്കമുള്ള പ്രതിധ്വനിയുള്ള ഒരു ശബ്ദം. ദൈവത്തിന്റെ അധികാരവും ശക്തിയും ആജ്ഞയും സ്വർഗത്തെ നടക്കുന്ന സംഭവങ്ങളെ വിസ്തരിക്കാൻ പോകുന്ന ഒരു സ്വർഗീയ കോടതിയുടെ ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇത് വളരെ വലിയതും ഭയാനകവുമായിട്ടുള്ള ശബ്ദമാണ്. ആദ്യത്തെ മുദ്ര പൊട്ടിക്കാനായിട്ടുള്ളതാണ്. നീ വരിക, ആരെയോ വിളിക്കുകയാണ്. ഇതിന് പ്രധാന 2 അർത്ഥങ്ങളുണ്ട്. ഒരു കുതിരച്ചേവകരെ വിളിക്കുന്ന ഒരു ആജ്ഞ അവിടെ പുറപ്പെടുവിക്കുന്നു. നീ വരിക, നിന്റെ ദൗത്യം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ അവിടെ വിളിക്കുകയാണ്. നീ വരിക. കുതിരച്ചേവകരെ വിളിക്കുന്നതായിട്ടും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചിലരുടെ അഭിപ്രായം അനുസരിച്ച് അവർ പറയുന്നത് അത് യോഹന്നാനെയാണ് നീ വരിക എന്ന് വിളിക്കുന്നത് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ
ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നോക്കിയാൽ അവിടെ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ച് ഏൽപ്പിച്ച് കൊടുക്കേണ്ടുന്ന ആജ്ഞ കൊടുക്കേണ്ടുന്ന വ്യക്തിയെ വിളിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എനിക്കും കൂടുതൽ മനസ്സിലാകുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ കുതിരച്ചേകവര് അല്ലെ വെളുത്ത കുതിരയെ വിളിക്കുന്നതാണ് നീ വരിക. ഇടിമുഴക്കം പോലെ ആ ഒന്നാമത്തെ ദൂതൻ നീ വരിക എന്ന് വിളിച്ചു. അപ്പൊ ഒന്നാമത്തെ മുദ്ര തുറക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഒരു മുദ്ര തുറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യേശു എല്ലാറ്റിലും നിയന്ത്രകനാണ്. അവൻ തുറക്കുന്നതൊന്നും ഭൂമിയിൽ തുറക്കാത്തതൊന്നും അല്ലെങ്കിൽ യേശു അനുവദിക്കാത്തതൊന്നും ഇനിമേൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. സകലത്തിന്റെയും നിയന്ത്രണം യേശു ആ മുദ്രയുള്ള പുസ്തകം കയ്യിൽ വാങ്ങിച്ചപ്പോൾ സകലത്തിന്റെയും നിയന്ത്രണം പിന്നെ യേശുവിന്റെ കൈകളിലേക്ക് മാറുകയാണ്. അവസാനത്തെ കാലം അനിയന്ത്രിതമല്ല. ഓരോ സംഭവങ്ങളും ദൈവ പദ്ധതിയിലാണ് നടക്കാൻ പോകുന്നത്. സ്വർഗം തന്നെ സംഭവങ്ങളെ ആരംഭിച്ചു വെക്കുകയാണ്. അതൊരു ലോകം കരുതുന്നത് പോലെയല്ല, ഒരു പൊളിറ്റിക്സിലോ കുറെ രാജ്യ നേതാക്കന്മാരുടെ കയ്യിലോ ഒന്നുമല്ല തുടക്കം നിൽക്കുന്നത്. എല്ലാം ദൈവ പദ്ധതിയുടെ പ്രത്യേക ദിശയിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ലോകത്തിലായിരിക്കുന്ന നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് പ്രസക്തി? നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലോകത്തിൽ ഇന്ന് ഈ അലയടികൾ തുടങ്ങുന്നതിന് മുമ്പേ, ഈ മുദ്രകൾ പൊട്ടിക്കുന്നതിന് മുമ്പേ കർത്താവിനെ അറിയുന്നതാണ് ഉചിതം. രക്ഷയിലേക്ക് വരുന്നതാണ് ഉചിതം. നമ്മുടെ ജീവിതത്തിന്റെ സകല മുദ്രകളും തുറക്കുന്നത് യേശുവായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ യേശുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ കൊടുത്താൽ, നമ്മുടെ കർത്താവ് യേശുവാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് നിന്നാൽ മാത്രമാണ് ഈ മുദ്രകളുടേതായിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് അനുഭവിക്കാതെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരണം. ഇല്ലെങ്കിൽ നമ്മൾ ഏൽക്കണ്ടാത്ത ചില കാര്യങ്ങൾ, ചില കഷ്ടങ്ങളൊക്കെയും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. 6:2 നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ള കുതിരയെ കണ്ടു. ഈ ഞാൻ എന്ന് പറയുന്നത് യോഹന്നാനാണ്. ആ കുതിരമേൽ, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനും പുറപ്പെട്ടു. ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. ഈ ഒരു വെള്ള കുതിര എന്ന് പറയുന്നത്, വെള്ള നിറം ബൈബിളിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ശുദ്ധിയും സമാധാനവും വെണ്മയും ഐശ്വര്യവും ഒക്കെയാണ്. വിജയത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ ഒരു വെണ്മയെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു യഥാർത്ഥ വെള്ളയല്ല, ഒരു വെണ്മയല്ല. അതൊരു യഥാർത്ഥ സമാധാനമല്ല, ഒരു വ്യാജ സമാധാനമാണ്. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. വില്ല് മാത്രമേ ഉള്ളൂ, അമ്പുകൾ ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം യുദ്ധം ചെയ്യണമെങ്കിൽ അവിടെ വില്ലും അമ്പും വേണം. ഇവിടെ ഇവന്റെ കയ്യില് വില്ല് മാത്രമേ ഉള്ളൂ, അമ്പില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം വരുന്നത്, അതൊരു യുദ്ധം ചെയ്യുന്നത് പോലെ കാണിക്കും, യുദ്ധശക്തി, തനിക്ക് ശക്തി ഉള്ളതുപോലെ കാണിക്കും. പക്ഷെ യഥാർത്ഥ ശക്തിയില്ല. ഭീഷണിയും വഞ്ചനയും ഉപയോഗിച്ചുള്ളൊരു കീഴടക്കം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വെള്ളക്കുതിര വരുന്നത്. അവന് കിരീടവും ലഭിച്ചു. ഇവിടെ കിരീടം ജയിച്ചവന് നൽകുന്ന കിരീടം, ജനങ്ങളുടെ അംഗീകാരം. ആ ഒരു ഇത് സ്വയമേ പിടിച്ചെടുത്തതല്ല, ലോകം കൊടുത്തതായിട്ടുള്ള ഒരു കിരീടം. ലോകം അവനെ രക്ഷകനായി, ഒരു സമാധാന ദൂതനായി, ശക്തനായ നേതാവായി കൊണ്ട് കാണും. അപ്പൊ ഇതിന്റെ തുടക്കം വരുന്നത് സ്വർഗത്തിൽ നിന്ന് തന്നെയാണ്. ജനങ്ങൾ അത് കാണും. പക്ഷെ ജനങ്ങൾ അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടുന്നത്? തുടക്കത്തിലെ നമ്മൾ യേശുവിനെ, ഈ മുദ്രകൾ പൊട്ടിക്കുന്നതിന് മുമ്പേ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അവൻ ജയിക്കുന്നവനായും ജയിക്കാനായും പുറപ്പെട്ടു. അവിടെ ജയിക്കുന്നവൻ, ലോകം അവനെ വിജയിയായി കാണുന്നു. ആശയങ്ങളും സംവിധാനങ്ങളും അവൻ വെക്കുന്നതിലൂടെയും അവനിലൂടെയും ഒക്കെ അങ്ങ് വ്യാപിക്കുകയാണ്. വീണ്ടും ജയിപ്പാനായി, കൂടുതൽ രാജ്യങ്ങളിൽ, കൂടുതൽ നിയന്ത്രണത്തിൽ, കൂടുതൽ അധികാരത്തിൽ അവൻ ജയിപ്പാനായിട്ടും അവൻ പുറപ്പെടുകയാണ്. ഇത് തുടർച്ചയായി വ്യാപിക്കുന്ന ഒരു വഞ്ചനയുടെ ഒരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. ഈ വെള്ളക്കുതിരക്കാരൻ ആരാണ്? അത് യേശു അല്ല. ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ആ വെള്ളക്കുതിരയിൽ വരുന്നത് യേശു അല്ല.
യേശു വെളിപ്പാടിന്റെ 19-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ വരവ് എങ്ങനെയാണെന്ന്. ഇവിടെ വരുന്നത് വ്യാജ ക്രിസ്തുവിന്റെ ആത്മാവ്, അതായത് എതിർ ക്രിസ്തുവിന്റെ ആ ഒരു വരവിന്റെ പ്രാരംഭഘട്ടമാണ് അവിടെ കാണിക്കുന്നത്. മത്തായി 24:5 പറയുന്നു, പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും വന്ന് നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയും സ്വർഗം അറിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ പിതാവിനെ നമ്മൾ ഏത് സമയത്തും തിരിച്ചറിയണം. നമ്മുടെ സ്വന്തത്തിനെ നമ്മൾ തിരിച്ചറിയണം. അതാണോ ശരി, ഇതാണോ ശരി എന്നും പറഞ്ഞ് ഓടുന്നതിലല്ല, വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. വേദപുസ്തകത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പിതാവാം ദൈവമാരെന്ന്. അവിടെ ഇവിടെ ശ്രുതികൾ കേൾക്കുമ്പോൾ ഞാനാണ് ഈശോ എന്ന് പറഞ്ഞു വരുമ്പോൾ പോകാനല്ല, ക്രിസ്തു എങ്ങനെയാണോ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വന്ന് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ അവനെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയും. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പിന്നീടാണ്. വെളിപ്പാട് 6:2 ഈ വെള്ളക്കുതിര എന്ന് പറയുന്നത് യഥാർത്ഥ സമാധാനം കൊണ്ടുവരുന്ന യേശു അല്ല, വഞ്ചനയിലൂടെ ലോകത്തെ കീഴടക്കുന്ന വ്യാജശക്തിയുടെ ആത്മാവാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വ്യാജ ക്രിസ്തുവിന്റെ അല്ലെ എതിർ ക്രിസ്തുവിന്റെ ഒരു തുടക്കമാണ് അതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദാ ക്രിസ്തു അവിടെ, ദാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞ് നിന്നിരുന്നാല് സമാധാനം ഉണ്ടാക്കാൻ ചില രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ, മറ്റ് മത നേതാക്കളായിക്കോട്ടെ, ആര് ശ്രമിച്ചിരുന്നാലും വേദപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വരുത്തി നമ്മൾ തെറ്റിപ്പോകാനിടയാകാതെ ശരിക്കും ക്രിസ്തുവിന്റെ വചനത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. 6:3 അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്നു 2ാം ജീവി പറയുന്നത് കേട്ടു. അപ്പൊ 2ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. 2ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നത് ആ 2ാമത്തെ ജീവിയാണ്. 2ാമത്തെ ജീവി വിളിക്കുന്നു വരിക. ആദ്യത്തെ ജീവി ആരായിരുന്നു? സിംഹം. 2ാമത്തെ ജീവി കാളയാണ്. 2ാമത്തെ ജീവി വിളിക്കുന്നു നീ വരിക. വാക്യം 6:4 അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനും മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ച ഒരു വലിയ വാളും അവനു കിട്ടി. ആദ്യത്തതില് ഒരു സമാധാനം കൊണ്ടുവരുന്ന രീതിയിൽ, അത് വ്യാജ സമാധാനമാണ്, ക്രിസ്തുവിന്റെ സമാധാനമല്ല. ആ ഒരു സമാധാനത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും അങ്ങനെ തെറ്റിച്ച്, മനുഷ്യ കൂട്ടങ്ങളെ അങ്ങനെ തെറ്റിച്ച് നിർത്തിക്കൊണ്ട് 2ാമത് വരുന്ന കുതിര, ചുമന്ന കുതിര, അത് യുദ്ധത്തിന്റെയും ക്രൂരതയുടെയും ഒക്കെ ആയിട്ടുള്ള ആ ചുമന്ന കുതിര വന്നുകൊണ്ട് വഞ്ചനയുടെ ആ ഒരു സമാധാനം അധിക നാള് ദീർഘമായിട്ട് പോകാതെ വഞ്ചിച്ച് നിൽക്കുന്ന ജനങ്ങളിലേക്ക് നേരെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ വഞ്ചന അവിടെ നടക്കുന്നു, ക്രൂരമായ വഞ്ചനയാണ്. അത് ശരിയെന്ന് ആൾക്കാർക്ക് തോന്നുമാറ് അവരെ വഞ്ചിക്കുന്നു. അവർ അപ്പോൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ആൾക്കാരെ വഞ്ചിക്കാണ്. സാത്താന്റെ ഏറ്റവും വലിയ പോരെ അത് തന്നെയാണല്ലോ, വഞ്ചനയാണല്ലോ. ഭൂമിയില് സമാധാനം, വളരെ സമാധാനം കൊടുക്കുന്ന രീതിയിലേക്ക് അത് വരികയും എന്നാൽ അവനത് തെറ്റിച്ചുകൊണ്ട്, ആൾക്കാരെ വഞ്ചിച്ചുകൊണ്ട് നേരെ ആ വഞ്ചന മൂർത്തിഭാവത്തിലെത്തി ഒറ്റയടിക്ക് അത് യുദ്ധത്തിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. 2ാമത്തെ ജീവിക്ക് കിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിനുള്ള അധികാരം അവന് ലഭിച്ചിരിക്കുകയാണ്. അത് മനുഷ്യർ സൃഷ്ടിച്ചതല്ല, സമാധാനം അനുവദിക്കുന്നത് ദൈവമാണ്. ഇന്നാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നുള്ളത് വിശ്വാസത്താൽ നമ്മൾ ജീവിക്കാണ്. ക്രിസ്തീയ മക്കൾ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. ഇവിടെ വരുന്ന കഷ്ടങ്ങളായിക്കോട്ടെ, എന്തൊക്കെ ദോഷങ്ങളായിക്കോട്ടെ, അതൊരു പ്രശ്നമല്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമ്മൾ സാരമില്ലെന്നെണ്ണുന്നു. എന്നാൽ ഇവിടെ ഈ മുദ്രകൾ പൊട്ടിച്ചതിന് ശേഷമുള്ള ഈ ചുമന്ന കുതിരയുടെ വരവിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിൽ സമാധാനമില്ലാതാകുന്നു. അപ്പം സമാധാനം അനുവദിക്കുന്നതും അതിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുവാനും ദൈവം അവിടെ അനുമതി കൊടുക്കുന്നു. അപ്പൊ അതുവരെ ലോകത്തിൽ ഉണ്ടായിരുന്ന ഈ വഞ്ചനയിലൊക്കെ പെട്ട് ഞങ്ങളെല്ലാം സമാധാനമായി, കുറെ ആൾക്കാരെയൊക്കെ ഇവിടെ കാണാനില്ല, ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ സമാധാനമായി എല്ലാം സ്വസ്ഥമായിട്ടൊക്കെ പോവുകയാണ്. അതിനെ സ്വസ്ഥതപ്പെടുത്താനായി വെള്ളക്കുതിരയിൽ വന്ന് ആ സ്വസ്ഥത ഇവിടെ എല്ലാം ഭൂമിയിൽ നിറഞ്ഞ് അങ്ങനെ സ്വസ്ഥതയോടുകൂടി ഇരിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് സമാധാനം തകർക്കപ്പെടുന്നു. അവിടെ നടക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ
അവിടെ ദൈവം നേരിട്ടിറങ്ങി വന്ന് ആരെയും കൊല്ലുന്നതല്ല, പക്ഷെ ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. മനുഷ്യർ തങ്ങളെ തന്നെ, തന്റെ സ്വന്തങ്ങളെ, തങ്ങളുടെ ബന്ധങ്ങളെ, തന്റെ സുഹൃത്തുക്കളെ, ഏറ്റവും ചേർന്നിരിക്കുന്ന വ്യക്തികളെയൊക്കെയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനങ്ങ് കൊല്ലുക. പറയുന്നവ ഇന്ന് അതിന്റെ ആരംഭമായി കഴിഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾക്കുള്ള കൊല്ലക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അനർത്ഥങ്ങൾ നമ്മൾ കാണുന്നു. സൈനൈഡ് കൊടുക്കുന്നു, ജ്യൂസിൽ കലക്കി കൊടുക്കുന്നു, പ്രേമിച്ചിട്ട് ആ പ്രേമത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് കാമുകനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു. ആ ഒരു ജാതി സ്പിരിറ്റിന്റെ ഇതുകൊണ്ട് ദുരഭിമാന കൊലകൾ നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കൊലപാതകങ്ങൾ ധാരാളം ഇന്നും ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി തരി പൊന്നിന് വേണ്ടിയിട്ട് വൃദ്ധമാതാക്കളെ കൊല്ലുന്ന, പിതാവിന്റെയും മാതാവിന്റെയും മാതാപിതാക്കളെ കൊല്ലുന്ന, സഹോദരങ്ങളെ കൊല്ലുന്ന, ഇതുപോലുള്ള പിഞ്ചു പൈതങ്ങളുടെ ദേഹത്തുള്ള ചെറിയ പൊന്നുകൾക്ക് വേണ്ടിയിട്ട് അവരെ നശിപ്പിക്കുന്ന, ഈ പറഞ്ഞതുപോലെ എല്ലാം ഇന്ന് ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ സമാധാനമില്ലാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയും പരസ്പരം കൊല്ലുകയും, അതുമാത്രമല്ല ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കും. ഈ യുദ്ധങ്ങളിൽ ജാതിയോടും മനുഷ്യനോടും ഒക്കെ ഉള്ള ഒരു യുദ്ധങ്ങള് ഭൂമിയിൽ നടക്കും. പൗരയുദ്ധങ്ങൾ നടക്കും. വ്യക്തികൾ തന്നെ പരസ്പരം, അയൽവാസികൾ തമ്മിൽ, വീട്ടിനകത്ത് തന്നെ 2 മുറിയിൽ കഴിയുന്ന വ്യക്തികൾ, പരസ്പരം രക്തബന്ധമുള്ളവർ തന്നെ യുദ്ധങ്ങൾ നടത്തും. അതുപോലെ തന്നെ ജാതിയും മതവും ദേശീയ സംഘർഷങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും. നിയന്ത്രണമില്ലാത്ത രീതിയിൽ ഹിംസ ഇവിടെ നടക്കും. അത് രാഷ്ട്രത്തിനോ വ്യക്തികൾക്കോ ഒന്നും നിയന്ത്രിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ കൊല്ലുന്ന രീതിയിലേക്ക് ഇവിടെ മാറും. കാരണം ദൈവം അതവിടെ അനുവദിച്ചു കൊടുത്തു. മനുഷ്യർ പരസ്പരം അന്യോന്യം കൊല്ലുവാൻ, പരസ്പരം കൊല്ലുവാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തു. അവന്റെ കയ്യിൽ ഒരു വലിയ വാള് കാണുന്നുണ്ട്. ഒരു വലിയ വാളാണ്. വാളെന്ന് പറയുന്നത് തന്നെ ഹിംസയുടെ, കൊല്ലാനുള്ള ഉപകരണമാണ് വാളെന്ന് നമുക്കറിയാം. ഇവിടെ കാണുന്നത് വലിയ വാളാണ്. ഹിംസയുടെ വലിയ ഒരു നാശം, വലിയ ഒരു കൂട്ടം ജനങ്ങൾ അതിലൂടെ കൊല്ലപ്പെടുന്നു. വ്യാപകമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു. ആഗോള കലാപങ്ങൾ നടക്കുന്നു. ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളല്ല അവിടെ നടക്കാൻ പോകുന്നത്. ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റാതുള്ള രീതിയിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഈ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കുതിരയെ മുദ്ര പൊട്ടിച്ച് ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ. കാരണം അതിവിടെ സംഭവിച്ചേ പറ്റത്തോളൂ. ഇതൊക്കെ സംഭവിക്കുന്നതിനകത്ത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴുള്ള കാര്യമേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് വൻതോതിലേക്ക് വരാൻ പോകുന്ന ഒരു സമയം അടുത്തു കഴിഞ്ഞു. ഈ കാര്യങ്ങൾക്കൊക്കെ മുമ്പേ യേശുവിന്റെ ചിറകിലേക്ക് കയറിക്കോളൂ. യേശു നമുക്ക് സൗജന്യമായി തരുന്ന രക്ഷയെ ഏറ്റെടുത്തുകൊള്ളൂ. ഘോരം വിളിച്ചു പറയുന്നത് ഇതാണ്. ഒരു മതം സ്ഥാപിക്കാനോ ഒരു ജാതിയെ സ്ഥാപിച്ചെടുക്കാനോ ഒന്നുമല്ല. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. 2 കുതിരകൾ, വെള്ളക്കുതിര എന്ന് പറയുന്നത് വഞ്ചനയും വ്യാജ സമാധാനം തരികയും, രണ്ടാമത്തെ ചുമന്ന കുതിര വന്നുകൊണ്ട് അവിടെ യുദ്ധവും സമാധാനത്തെ നീക്കി യുദ്ധം അവിടെ തുടങ്ങുന്നു. നമ്മളിത് ലോജിക്കലായിട്ട് നോക്കിയാൽ വഞ്ചന, തകർച്ച, രക്തപാതം, ആ ഒരു രീതിയിലേക്ക് ലോകം മാറുകയാണ്. ഇത് ഇന്നത്തെ ലോകത്തോട് സാമ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ സമാധാന ഉടമ്പടികൾ കാണുന്നുണ്ട്. യുദ്ധങ്ങളെ പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് പരസ്പരം അത് ചർച്ച ചെയ്ത് സമാധാനത്തിലേക്ക് മാറുന്നു. എല്ലാം ഒരു ക്രമമായിട്ടുള്ള രീതികൾ നമ്മൾ കാണുന്നുണ്ട്. കുറെ സമാധാന ഉടമ്പടികളിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ പോയിരുന്നാലും പെട്ടെന്ന് തന്നെ കലാപങ്ങൾ പുറപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര യുദ്ധങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. മനുഷ്യരെ വെറുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ഈറ്റുനോവ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പൂർണ്ണതയാണ് ആ മുദ്രകൾ പൊട്ടിച്ച് കുതിരകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തുടങ്ങുന്നത്. അതിന്റെ ഒരു പൂർണ്ണത പീക്കിലേക്ക് എത്തുകയാണ്. ആ ഒരു പീക്കിലേക്ക് എത്തുന്നതിന് മുമ്പേ ദൈവമക്കളെ, ഞാൻ തൊഴുകൈകളോട് ഞാൻ ജനങ്ങളോട് പറയട്ടെ, ദയവായി നിങ്ങൾ രക്ഷയെ സ്വീകരിക്കൂ. അടിച്ചേൽപ്പിക്കല്ല. അത്രത്തോളം വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ദയവായി നിങ്ങൾ രക്ഷയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ യേശുവിന്റെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവട്ടെ. സ്തോത്രം. വെളിപ്പാട് 6:6
ഒരു പണത്തിന് 2 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഒരു പണത്തിന് 2 ഇടങ്ങഴി ഗോതമ്പ്. ഒരു വിലയുടെ ഒരു ഭീകരതയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഒരു പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കൂലി, ഒരു ദിനവേതനം എന്ന് നമുക്ക് ഉറപ്പിക്കാം, ചിന്തിക്കാം. 2 ഇടങ്ങഴി ഗോതമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള പൈസ ചിലവാക്കേണ്ടുന്നത് ഒരു ദിവസത്തെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ കൂലി മാറുന്ന രീതിയിലേക്ക് സാധനങ്ങൾക്ക് വിലകൾ വർദ്ധിക്കാൻ പോവുകയാണ്. തന്റെ കൂടെയുള്ള കുടുംബത്തിനോ മറ്റുള്ള വ്യക്തികൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ഒന്നിനും വേണ്ടിയിട്ട് ആരുടെയും കൈകളിൽ കാശുകൾ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അത്രത്തോളം ദാരിദ്ര്യാവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ തീരെ ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അന്നന്ന് മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് അവരവരുടെ ആഹാരത്തിന്, വയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, അതായത് ദരിദ്രരുടെ ഒരു ഭക്ഷണമാണത്. യവം എന്ന് പറയുന്നത് ഗോതമ്പിനേക്കാൾ താഴ്ന്ന, സാധാരണയായി ദരിദ്രർ കഴിക്കുന്ന ധാന്യമാണ് യവം എന്നുള്ളത്. 5 അപ്പവും 2 മീനിനകത്തും യവത്തപ്പമായിരുന്നു അത്. യേശു അന്ന് നുറുക്കി കൊടുത്തിരുന്ന അപ്പം. അപ്പൊ ആ യവത്തപ്പത്തിന് അത്രത്തോളം ഒരു രുചിയില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് പറയാൻ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഈ യവം എന്ന് പറയുന്നത് തീരെ ദരിദ്രരായിട്ടുള്ള വ്യക്തികൾ കഴിക്കുന്ന, അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ആഹാരമായി അവർ കാണുന്ന, വളരെ വളരെ കാര്യമായിട്ട് കാണുന്നതാണ്. ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം കിട്ടും. എന്തുകൊണ്ടാണ്? അതിന് അത്രയും ക്വാളിറ്റി ഇല്ല, ഗുണമേന്മ കുറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ധാരാളം കിട്ടും. മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ജീവിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ മാന്യമായിട്ട് 4 കൊപ്പം ജീവിക്കണമെന്നുള്ള ഒരു രീതി അവിടെ കൊണ്ട് മുറിയുകയാണ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. പലപ്പോഴും ഞാനും പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, 4 കൊപ്പം ജീവിച്ചു പോയാൽ മതി. പക്ഷെ ആ 4 കൊപ്പം പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ഓട്ടമെങ്കിൽ അതിനെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. ഈ ഉണ്ടാക്കുന്നതൊന്നും ആ അവസാന കാലങ്ങളിലേക്ക് ആ കുതിരകൾ, ദൈവം മുദ്ര പൊട്ടിച്ച് ഇങ്ങോട്ട് കുതിരകളെ വിട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്നുള്ള സമാധാനം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആ പണം കൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റില്ല. പിന്നെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെയായി തീരും. പക്ഷെ ഇന്ന് നമുക്ക് ജീവിക്കണം, സമ്പാദ്യം ഉണ്ടാക്കണം, പണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനോടൊപ്പം യേശുവിന്റെ രക്ഷയെ തിരിച്ചറിഞ്ഞ് യേശുവിൽ ജീവിക്കാനുള്ള ഒരു സമയം കൂടി നിങ്ങൾ കണ്ടെത്തിക്കോളൂ. 1-ാം കുതിര വെള്ളയായിരുന്നു, 2-ാമത്തെ കുതിര ചുവപ്പായിരുന്നു, 3-ാമത്തെ കുതിര ഏതാണ്? കറുപ്പാണ്. കറുപ്പ് എന്നതിന്റെ പശ്ചാത്തലം പ്രതീകമായിട്ട്, കറുപ്പെന്ന് പറയുന്നത് നമുക്കറിയാം ദുഃഖത്തിന്റെ പ്രതീകം, ക്ഷാമത്തിന്റെ പ്രതീകം, അഭാവങ്ങളും നിരാശയുടെയും ഒക്കെ ഉള്ളൊരു പ്രതീകമായിട്ടാണ് നമ്മൾ എപ്പോഴും ഇരുട്ട്, കറുപ്പിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ വന്നേക്കുന്ന കുതിര കറുത്ത കുതിരയാണ്. യുദ്ധത്തിൽ ചുവന്ന കുതിര നിൽക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫലം നമുക്കിവിടെ കാണാമല്ലോ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭരണിത ഫലം ഇന്നും അവിടുത്തെ പുതിയ കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതുപോലെ പല പല കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ അതിന്റെ പരിണത ഫലം എന്നുള്ളത് പോലെ ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ അതിന്റെ ഫലമായിട്ട് ക്ഷാമം ഉണ്ടാകും. രാജ്യം രാജ്യത്തോട് എതിർത്ത് നിൽക്കുകയും മനുഷ്യരോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന കാലത്ത് ഏതിനും മുട്ടുണ്ടായി, ഏതിനും ബുദ്ധിമുട്ടുണ്ടായി മനുഷ്യർ ഓടി നടക്കുന്ന കാലം വരികയാണ്. ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോഴും അവിടെ പറയുന്നു, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഒരു പണത്തിന് ഇങ്ങനെയൊക്കെ കിട്ടുന്നു, നമ്മൾ സാധാരണ വിശപ്പടക്കി മുന്നോട്ട് പോകുന്നു. അപ്പൊ വീണ്ടും എന്താണ് എണ്ണയ്ക്കും വീഞ്ഞിനും വരുത്തരുത് എന്ന് പറയുന്നത്? ഇത് ചിന്തിപ്പിക്കുന്ന ഒരു വാചകമാണ്. അതിന് 2 പ്രധാന അർത്ഥങ്ങളുണ്ട്. സാമൂഹിക അസമത്വം ഒന്നാമത്തെ കാര്യം. അടിസ്ഥാന ഭക്ഷണമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ അടിസ്ഥാന ഭക്ഷണം എന്താണ്?
ചോറാണ് ആഹാരം. നമ്മൾ നോർമലി വേണ്ടുന്നത് നമുക്ക് ചോറുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പൊ ഈ അരിക്ക് വില കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ്, കൂടുതലും ആൾക്കാർ ഇന്ന് ഷുഗറും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേ അവർ ചോറിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഗോതമ്പിലേക്ക് ചപ്പാത്തിയിലേക്കും തിരിയുന്നു. അപ്പൊ നമ്മൾ എന്താണോ അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, അതിനൊക്കെയും വില വർധനവുണ്ടാകുന്നു, വലിയ വലിയ വിലകളിലേക്ക് പോകുന്നു. എന്നാൽ ലക്ഷറി ഐറ്റംസ് അവിടെ ധാരാളം കിട്ടും. നിങ്ങൾ നോക്കിക്കോ, ആ ഒരു സമയമാകുമ്പോ തിന്നാനും കുടിക്കാനും ഉള്ളതിന് വില കൂടി വരികയും, എന്നാൽ വാട്ട് ഈസ് അത് ഏറ്റവും വിലക്കുറവിലും കിട്ടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. മദ്യപിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അങ്ങനെ വരുമ്പോൾ വീണ്ടും നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോവുക എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പൊ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന രീതിയിലേക്ക്, അല്ലെ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് അവിടെ വിലക്കുറവ് വരുന്നു. ആ ഒരു സമയത്ത് പാപങ്ങൾ വളരെ വലഞ്ഞ് ജീവിക്കും. ലക്ഷറി ആയിട്ടുള്ളവർ വീണ്ടും ലക്ഷറിയിൽ ജീവിക്കും. അവർ അവസാന കാലഘട്ടം അതാണ്. നമ്മൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന മിഡിൽ കാറ്റഗറിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇതിൽ കൂടുതലും കഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം അവർ അന്നു അധ്വാനിക്കുന്നു, നോർമൽ രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും, എന്നാൽ അവരുടെ നിത്യജീവനത്തിനുള്ള കാര്യങ്ങളെ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പക്ഷെ ലക്ഷറി ആയിട്ടുള്ളവർക്ക് അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ, ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാൻ അപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഭയങ്കര പണക്കാരല്ലല്ലോ ഇന്ന് മദ്യപിച്ച് കൂടുതലും അവർ ഇങ്ങനെ ജീവിക്കുന്നത്, അപ്പൊ പിന്നെ എങ്ങനെയാ ഈ മദ്യമൊക്കെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നതെന്ന്? കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മദ്യപിക്കുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഉപരി അവർ ഏറ്റവും മുൻസ്ഥാനം കൊടുക്കുന്നത് മദ്യത്തിനായിരിക്കും. മദ്യപിച്ച് മതോന്മത്തരാകുന്ന അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് ഞാനേ, പറയുന്നത് കൊണ്ട് യാതൊരു നാണക്കേടുമില്ല. ഇത് കണ്ടു തന്നെയാണ്, മദ്യപിച്ചും മതോന്മത്തനായി നടക്കുന്ന ഒരു പിതാവിനെ കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ പറയാം. പക്ഷേ അത് നമ്മളെ ദാരിദ്ര്യത്തിന്റെ കൂപ്പിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് മദ്യപിക്കാനുള്ളത് എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടും. വീട്ടിൽ ആഹാരം വെച്ചിട്ടില്ല, അരി വാങ്ങിക്കാൻ ഒരു 50 രൂപ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരാത്ത കൂട്ടുകാർ, നമുക്ക് പിരിവിട്, നമുക്കൊരു കുപ്പി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈസ ഇല്ലാത്ത പൈസ മറിഞ്ഞു വരും അവിടെ. അതാണ് ഇന്നത്തെ ലോകം. അപ്പോൾ ഈ ഒരു അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ഇങ്ങനെ മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്ന വ്യക്തികളും അതിന് അടിമപ്പെട്ടു പോകും. എന്നാൽ തങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അധ്വാനിച്ച് കൂട്ടണം, അധ്വാനിക്കണം, മക്കളെ നല്ലപോലെ നോക്കണം. ആ ഒരു വ്യക്തികളൊക്കെ ഒന്നും ഇല്ലാതെ കണ്ട് ഈ ലോകത്തിൽ കിടന്ന് അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. കുതിരകളെയും നമുക്ക് നോക്കാം. ഒന്നാമത്തത് വെള്ളക്കുതിര, വ്യാജ സമാധാനം കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ചുമന്ന കുതിര, ആ സമാധാനത്തെ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് യുദ്ധത്തിലേക്ക് തിരിക്കുന്നു. മൂന്നാമത്തെ കറുത്ത കുതിര, എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടാക്കി വെച്ചിട്ട് ക്ഷാമവും ദുരിതവുമായിട്ട് ഇവിടെ അത്രത്തോളം ഭൂമിയിലുള്ളവരെ ഇട്ട് അലട്ടുന്നു. 6:7 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് കേട്ടു. കുതിരയെ വിളിച്ചു. ദൂതൻ വിളിച്ചപ്പോൾ അവിടെ ദൂതൻ വരികയാണ്. 8-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവനും മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയിന്മേൽ അധികാരം ലഭിച്ചു. അടുത്ത വരുന്നത് മഞ്ഞ നിറമുള്ള ഒരു കുതിരയാണ്. അപ്പൊ കുതിരകൾ ഏതൊക്കെയാണ്? വെള്ളക്കുതിര, ചുമന്ന കുതിര, കറുത്ത കുതിര, 4-ാമത്തത് മഞ്ഞ കുതിര. ഈ മഞ്ഞക്കുതിരയ്ക്ക് മരണം എന്നു പേര്. മഞ്ഞ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയ. ഇപ്പോ ഒരു ശവം എങ്ങനെയായിരിക്കും? ശവത്തിനകത്ത് ആ രക്തമയം പോയി കഴിയുമ്പോഴത്തേനും മഞ്ഞിച്ച് വിളറിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വിളറിയിരിക്കുന്ന ഒരു മഞ്ഞ കളറ്, അതാണ് ആ കുതിരയ്ക്കുള്ളത്. ഇതൊരു വെറും ഭയത്തിന് വേണ്ടിയിട്ടല്ല, മരണത്തിന്റെ പ്രത്യക്ഷ രൂപം അവിടെ കാണിക്കുകയാണ്. മരണത്തിന്റെ ഇന്ന് നമ്മൾ ജീവനെ അടക്കി പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നെങ്കിൽ മരണത്തിന്റെ പ്രത്യക്ഷത അവിടെ 4-ാമത്തെ കുതിരയിലൂടെ ഈ ലോകത്തിലേക്ക് വരുന്നുണ്ടാകും. മഞ്ഞ കുതിരമേൽ ഇരിക്കുന്നവൻ മരണം കൊണ്ടുവരുന്നു. മരണം എന്ന പേര്, അവന്റെ പേരാണ് മരണം എന്ന പേർ. മുമ്പുള്ള കുതിരകൾ സംഭവങ്ങൾ കൊണ്ടുവന്നു എങ്കിൽ ഇവിടെ
ശക്തിവൽക്കരിച്ച ഒരു ശക്തിയാണ് നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിയിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അവന്റെ പേരാണ് മരണം. ദൗത്യം എല്ലാവരുടെയും ജീവൻ എടുത്തു കളയുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ വ്യക്തികളുടെ ജീവൻ എടുക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി ആ മഞ്ഞ കുതിരമേൽ മരണം എന്ന പേരുള്ളവൻ ഭൂമിയിലേക്ക് വരികയാണ്. മരണം എന്ന പേരുള്ളവനെ പിന്തുടർന്ന് ഒരാൾ വരുന്നുണ്ട്. അവന്റെ പേര് പാതാളം. പാതാളം അവനെ പിന്തുടർന്നു. മരണം ശരീരം ജീവൻ വിടുന്ന സമയത്ത് ആ ജീവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാതാളം വരികയാണ്. ആത്മാവ് പോകുന്ന ഇടം, ദുഷ്ടർക്കായി ആത്മാവ് പോകുന്ന ഇടത്തെയാണ് പാതാളം എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാതാളവും ഈ മരണത്തിന്റെ കൂടെ ഉണ്ട്. അവിടെ ശരീരം മരിക്കുന്നു, ആത്മാവ് ന്യായവിധിയിലേക്ക് പോകുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഭീതിപ്പെടുത്താനും ഭയപ്പെടുത്താനുമല്ല, ഇതിനെ ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു 4ാമത്തെ കുതിര വന്ന് ഇവിടെ മരണം വിതച്ച് അന്ന് മരിക്കുന്ന വ്യക്തികളെല്ലാം പാതാളത്തിലേക്കാണ് അവരുടെ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളിവിടെ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ 4 മാർഗങ്ങളിലൂടെ മനുഷ്യർ കൊല്ലപ്പെടുന്നത് കാണാം. വാളിനാലും ക്ഷാമത്താലും മഹാവ്യാധിയാലും കാട്ടുമൃഗങ്ങളാലും, ഇങ്ങനെ 4 രീതിയിൽ ഇവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നു. അങ്ങനെ മരിക്കുന്ന വ്യക്തികളെ കൊണ്ടുപോകാൻ പാതാളവും വന്നു നിൽക്കുന്നു. 1ാമത്തെ വാള്, അത് യുദ്ധം മൂലം കുറെ യുദ്ധങ്ങളും യുദ്ധഭീഷണികളും വന്നുകൊണ്ട് രാജ്യത്തോടും അടിച്ചുകൊണ്ട് അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ മരിക്കുന്ന വ്യക്തികൾ, അത് 2ാം മുദ്രയുടെ തുടർച്ചയായിട്ട് വരുന്നതാണ്. പിന്നുള്ളത് ക്ഷാമം. ആ യുദ്ധങ്ങൾ കഴിഞ്ഞ് വരുന്ന ക്ഷാമത്തിൽ കുറേയേറെ ആൾക്കാർ മരിക്കും. അവിടെ അന്നേരം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അയ്യോ ഞങ്ങൾ ക്ഷാമത്തിൽ കിടന്ന് ഞങ്ങളുടെ ഈ കഷ്ടപ്പാടെല്ലാം ദൈവം കാണുമേ എന്ന്. ഈ നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഇന്ന് സഭ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് മുദ്രകൾ പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും, യേശുക്രിസ്തുവിന്റെ ആ ഒരു വരവ് വരുന്നതിന് മുമ്പ് വരെയും ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾ കാണും. അതിനുശേഷം ദൈവം ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നാമം കൊണ്ട് പട്ടിണി കിടന്നും മറ്റു കാര്യങ്ങൾ കൊണ്ടും ആൾക്കാര് അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുന്ന കാലം. 3ാമത്തത് മഹാവ്യാധികൾ, രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ. നമുക്കറിയാം, രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഇവിടെ വന്നപ്പോൾ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു നിപ്പ വൈറസ് വന്നപ്പോൾ എങ്ങനെയായിരുന്നെന്നും കൊറോണ വൈറസ് വന്നപ്പോൾ എങ്ങനെയായിരുന്നെന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. എന്തുമാത്രം മനുഷ്യൻ വീടിനകത്തേക്ക് ഒതുങ്ങിപ്പോകേണ്ടുന്ന സിറ്റുവേഷൻ വന്നു. ഇവിടെ പകർച്ചവ്യാധികൾ വരുമ്പോൾ അത്രയും രീതിയിലേക്ക് ആൾക്കാരിലേക്ക് ഇത് പെട്ടെന്ന് വ്യാപിച്ചു പിടിക്കുകയും ഒരുപാട് ആൾക്കാർ അവിടെ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും. കീഴ്പ്പെടുമ്പോൾ ആലോചിക്കുക, സ്വർഗത്തിലേക്കല്ല ഇവിടെ കിടന്നുകൊണ്ട് അന്നേരം എത്ര ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞിരുന്നാലും സ്വർഗത്തിലേക്കല്ല അന്നേരം പോകുന്നത്. അവിടെ പോകുന്നത് പാതാളത്തിലേക്കാണ്. കാരണം വന്നിരിക്കുന്ന മരണത്തിന്റെ കൂടെ പാതാളമാണ് കൂടെ ഉള്ളത്. അടുത്തത് കാട്ടുമൃഗങ്ങൾ. ഒരു സാമൂഹ്യ ക്രമമൊക്കെ തകർന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സന്തുലന അവസ്ഥകൾക്ക് ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ കാട്ടുമൃഗങ്ങൾ അക്രമാസക്തരാകും. അവർ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം വരും. മൊത്തത്തിൽ അസന്തുലിതാവസ്ഥയാണ്. നാട്ടിലൊന്നും ഭക്ഷിക്കാൻ കിട്ടാതെ വരുമ്പോൾ കുറെ മനുഷ്യർ കാടുകളിലേക്ക് കയറിപ്പോകും. അവിടെ ചെന്ന് ഭക്ഷിക്കാൻ അവിടെ അവരുടെ അധിവാസ കേന്ദ്രമാക്കി മാറുകയും അങ്ങനെയും ജനങ്ങൾ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നും കൊല്ലാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ കാട്ടുമൃഗങ്ങളെയും ദൈവം അതിനനുവദിച്ചു കൊടുക്കും. ഈ 4 രീതിയിലൂടെയും ഈ ലോകത്തിൽ മരണങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് വേദപുസ്തകം എടുത്തു പറയുന്നത്. അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്, ഭൂമിയുടെ 4 അംശത്തിന്മേൽ ഒരു ഭാഗം, 4ൽ 1. ഈ ഭൂമിയിലുള്ള ആകെ ജനങ്ങളെ എടുത്താൽ അതിന്റെ 4ൽ 1. ഇപ്പൊ ഇന്ന് കോടാനുകോടി ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ 4ൽ 1 ഇങ്ങനെ മരിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൈവമക്കളെ, അതിൽ സഭ എന്നുള്ളത് ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. സഭ ആരാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നവർ. യേശുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്.
ഇന്ന് നമ്മൾ വ്യക്തികളെ നോക്കിയിട്ട് നമ്മൾ ക്രിസ്തുവിനെ നോക്കാൻ നിൽക്കണ്ട. ഈ ലോകത്തിൽ അത് നടക്കില്ല. വേദപുസ്തകം നോക്കിക്കൊണ്ട് വേദപുസ്തകത്തിൽ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്ത് നിൽക്കുക. വ്യക്തികളാകുമ്പോൾ വ്യക്തികൾ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. കാരണം അവൻ മനുഷ്യനാണ്. നമ്മൾ അവരെ നോക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് നിങ്ങൾ പിന്മാറി പോകരുതേ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. 4 ഒരംശം മനുഷ്യർ നശിച്ചു പോകുന്ന മനുഷ്യരെ കൊണ്ടുപോകാൻ മരണത്തിനൊപ്പം പാതാളവും വന്ന ഭൂമിയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഭൂമിയിലെ ജനസംഖ്യയുടെ 25% മാറുമ്പോൾ അതൊരു ചെറിയ സംഖ്യ അല്ല. ആഗോള ദുരന്തമായിട്ട് അത് മാറുന്ന സാഹചര്യം വരികയാണ്. ലോക മനുഷ്യരെ നിങ്ങളോട് വീണ്ടും വീണ്ടും താഴ്മയായിട്ട്, വളരെ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചോ, ഇല്ലെങ്കിൽ ഈ കഷ്ടത്തിൽ കിടന്ന് സങ്കടപ്പെട്ട് അങ്ങേയറ്റം ദുരിതം അനുഭവിച്ച് വീണ്ടും മരണത്തിലേക്ക്, പാതാളത്തിലേക്ക് പോകാനുള്ള ഇടയായി മാറും. ആദ്യത്തെ 4 മുദ്രകളുടെ ചിത്രം ഇവിടെ പൂർത്തിയാകാണ്. വെള്ളക്കുതിര, ചുമന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞക്കുതിര. വഞ്ചന, യുദ്ധം, ക്ഷാമം, മരണം, പാതാളം. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മരണം പേടിപ്പെടുത്തുന്നതായി തോന്നാം നമുക്ക്. കാരണം മരിച്ചു പോയാൽ അങ്ങനെയാണോ എന്ന് തോന്നാം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തിൽ തന്നെ, വെളിപ്പാട് 1:18 തന്നെ നമ്മൾ മനസ്സിലാക്കി, സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കൈവശമാണ്. ആ യേശുവിന്റെ കൈവശം ആ താക്കോലിരിക്കുമ്പോൾ യേശുവിനെ ഇന്ന് സ്വീകരിക്കുന്ന വ്യക്തികൾ അവിടെ പാതാളത്തിലേക്ക് പോകില്ല. യുദ്ധങ്ങൾ വരട്ടെ, ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ അതിനു മുമ്പേ ചില കാര്യങ്ങൾ ഇവിടെ നടക്കും. അപ്പോൾ നമുക്ക് നടക്കില്ല. ഇപ്പോഴാണോ സുപ്രധാന കാലം, അടുത്ത സെക്കൻഡ് എന്താകുമെന്ന് നമുക്കറിയില്ല. സ്തോത്രം. നമ്മൾ ഇത്രത്തോളം കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ, ഇപ്പോഴുള്ള ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ദൈവമക്കളെ, ഞാനൊരു കാര്യം വീണ്ടും എടുത്തു പറയട്ടെ. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന് പിറക്കുമ്പോൾ അവനിൽ 3 അവസ്ഥകളുണ്ട്. ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 അവസ്ഥകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്തുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഓട്ടമാണ് ഓടുന്നത്. ശരീരത്തിന് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം, പാർപ്പാൻ വീട് ഉണ്ടാകണം, സഞ്ചരിക്കാൻ വാഹനം ഉണ്ടാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം. ഇങ്ങനെയൊക്കെ ശരീരത്തിനായിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഉണരണമെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. അങ്ങനെ ഉണർന്ന ആത്മാവ് കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റൊരു കർത്താക്കളുമില്ല, മറ്റൊരു ദൈവങ്ങളുമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, അങ്ങനെ ഇല്ല. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചാൽ കൃത്യമായിട്ട് മരണത്തിന്റെയും സ്വർഗത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലുള്ളത് കൊണ്ട് യേശു നമ്മളെ ജീവിപ്പിക്കും. ഇതിനു വേണ്ടിയിട്ട് പിന്നീട് ഒരു സമയം നമ്മൾ മാറ്റിവെച്ചാൽ ആ സമയം നമ്മുടെ കൈകളിലില്ല. ക്ലോക്ക് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം, സമയം കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത്, ഇപ്പോഴാണ് നിങ്ങളുടെ സമയം. അടുത്ത സെക്കൻഡുകളിൽ എന്താകുമെന്നറിയില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഈ വിധ ന്യായവിധികളിലേക്ക്, ഈ വിധ കഷ്ടങ്ങളിലേക്ക് പോകാതെ നിങ്ങളുടെ ആത്മാവിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെ അറിയുവാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവരും യേശുവിൽ വിശ്വസ്തരായിരിക്കുക, യേശുവിനെ ഏറ്റെടുത്ത് യേശുവിൽ ജീവിക്കുക. സ്തോത്രം. നന്ദി. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ താല്പര്യം കാണിക്കുക. നിങ്ങളെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.